Welcome to the second class of our journey towards human evolution. If you have missed the first class, you can check its link from the description box of this video. Before we start, take a moment to like, share, and subscribe to our channel. നമ്മുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Dear students, it was a journey from a million years ago. Early human-like creatures slowly started changing their body structure and their way of standing, sitting, food gathering, jumping, hunting, etc. As we already know, these changes came through million years ago. Look at this picture. The early human-like creature who uses its forelegs for their movement now slowly came to a standing position and began to walk on two legs. As they started using their hands less for climbing the trees, their shoulder bones began to change. നമുക്കറിയാം, ഏർലി ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് രൂപപ്പെട്ടത്. അവർ വളരെ സ്ലോലി ചേഞ്ചസിലേക്ക് വരികയും പിന്നീട് 4 കാലിൽ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്നും മാറി ഒരു സ്റ്റാൻഡിൽ പൊസിഷനിലേക്ക് വരികയുമാണ് ഉണ്ടായത്. I will give you an example. You are a child doing cycling and exercising every day, but due to some reasons you have stopped both cycling and exercising. After some months you again started cycling, but this time you have not felt such an ease that you had earlier. Likewise, the lack of using the shoulder bones made due changes in the bone structure of the early humans also. എന്നും സൈക്കിൾ ചവിട്ടിയിരുന്ന ഒരു കുട്ടി പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒരു അൺഈസിനെസ് അനുഭവപ്പെടും, അല്ലേ? ആ അൺഈസിനെസ് പോലെയാണ് ഇവിടെ ഷോൾഡർ ബോൺസ് ഇവരുപയോഗിക്കാതിരുന്ന് അവരുടെ ഷോൾഡർ ബോൺസിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അങ്ങനെ പണ്ടത്തെ പോലെ മരം കയറാനുള്ള ആ ഒരു കഴിവ് പിന്നീട് വന്ന മനുഷ്യർക്ക് ഇല്ലാതെയായി. Now look at the third one in this picture. When the human-like creature started to walk and run properly, they start using their hands for hunting with the help of some kind of tools. When they became self-sufficient using agriculture and trade for their livelihood, they stopped using their earlier tools. മരം കയറാനുള്ള അവരുടെ കൈകളുടെ ഉപയോഗം കുറഞ്ഞു വരികയും പകരം അവർ ടൂൾസ് ഉണ്ടാക്കി ഭക്ഷണം തേടാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ബോഡി സ്ട്രക്ചറിൽ, കൈകളുടെ ഉപയോഗത്തിൽ, കാലുകളുടെ ഉപയോഗത്തിൽ എല്ലാം മാറ്റങ്ങൾ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരം കയറാനുള്ള കൈകളുടെ ആ സ്ട്രക്ചർ, ഷോൾഡറിൽ വന്ന ആ ചേഞ്ചസ്, അത് വന്നു കഴിയുമ്പോൾ പിന്നീട് അവർ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയതായി നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. Now look at the changes in their body structure. The changes happened in the use of clothes.
Remember once again, these changes have happened through a million years ago. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചേഞ്ചസ് എല്ലാം വന്നത് ഒറ്റയടിക്കല്ല, പകരം ഈ ചേഞ്ചസ് എല്ലാം വന്നത് വളരെ ദശലക്ഷം വർഷങ്ങൾക്ക് ഇടയിൽ സംഭവിച്ച ചില മാറ്റങ്ങളിലൂടെ, ഒരുപാട് കാലത്തെ മാറ്റങ്ങളിലൂടെയാണ് ഈ ചേഞ്ചസ് എല്ലാം സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നീട് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരുപാട് കാലങ്ങൾ എടുത്തുകൊണ്ടുവന്ന, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്ന മാറ്റങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Now go through the changes in skull as the evidence of human evolution. The changes we used in the head, the changes we see in the head were due to the changes in the skull. Try to find out similarities and differences among the skull on your textbook and write in the notebook. Okay? നമ്മൾ ഈ ചേഞ്ചസിനെ പറ്റി മനസ്സിലാക്കുന്നതും ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഇവരുടെ സ്കൾസ് കണ്ടെത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഈ സ്കൾസാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവരിൽ വന്ന ചേഞ്ചസിനെ പറ്റി. പിന്നെ ഇവരുടെ സ്കെൽട്ടനും നമുക്ക് ഇവരുടെ ചേഞ്ചസുകളെ, വർഷങ്ങളായി വന്ന ചേഞ്ചസുകളെ പറ്റി മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. Then what about the changes in brain? നമ്മൾ പറഞ്ഞു സ്കള്ളിൽ ചേഞ്ചസ് വന്നു അല്ലേ. സോ സ്കള്ളിൽ ചേഞ്ചസ് വരുമ്പോൾ സ്വാഭാവികമായും there will be changes in brain too. During early development, the skull and brain have a close relationship. As the brain grows and develops, it gently pushes against the surrounding skull bones. It's a natural process. In case where there are changes in the size or shape of the brain, such as due to injury, disease, or normal growth, the skull may undergo corresponding changes. It's important to remember that our bodies have remarkable abilities to adapt and respond to changes. സോ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ സ്കള്ളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്കൾ വലുതായതിൻ്റെ കാരണം അതിനുള്ളിലുള്ള ബ്രെയിൻ വലുതാവുന്നത് തന്നെയാണ്. ബ്രെയിൻ വലുതാവുമ്പോൾ ആ ബ്രെയിനെ നിലനിർത്താൻ പാകത്തിന് നമ്മുടെ സ്കള്ളുകളും വലുതാവാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയോ, അസുഖം വന്നോ, അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഗ്രോത്തോ ഉണ്ടായാലും അതനുസരിച്ച് ആ ബ്രെയിൻ്റെയും ആ ബ്രെയിൻ നിലനിൽക്കുന്ന സ്കള്ളിലും മാറ്റങ്ങൾ വരുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എല്ലാ ചേഞ്ചസിനെയും ഉൾക്കൊള്ളാനും ആ സാഹചര്യത്തിനനുസരിച്ച് മാറാനും ഉള്ള ഒരു റിമാർക്കബിൾ എബിലിറ്റി, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും നല്ലൊരു എബിലിറ്റി നമ്മുടെ ബോഡി തന്നെ നിലനിർത്തുന്നു എന്നതാണ് സത്യം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചേഞ്ചസ് ഇൻ ദ സ്കൾ as evidence of human evolution. The illustration of different skulls show evolutionary changes, which was an enormously long and complicated story. The acknowledgement of the vast time scale of human evolution need revision. Modification also should be done with the available new data. Yes. തലയോട്ടിയിൽ കണ്ട വ്യത്യാസങ്ങൾ മനുഷ്യൻ്റെ പരിണാമം മൂലമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ. മനുഷ്യ പരിണാമത്തിൻ്റെ കഥ വളരെ ദീർഘവും സങ്കീർണവുമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ, ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഒക്കെ
തരുന്ന നമ്മുടെ പുതിയ വിവരങ്ങൾ വെച്ച് നമ്മുടെ മുൻധാരണകളെ മാറ്റി അത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിനി ടെക്സ്റ്റിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ എവല്യൂഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് കരുതുന്നു. ഓക്കെ. Before the study of human evolution, we should also know what is a species. സ്പീഷീസ് എന്താണെന്ന് എവല്യൂഷന് മുൻപായിട്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സ്പീഷീസ്? നോക്കാം. Yes, species is a group of organisms that can breed to produce fertile offspring. Members of one species cannot mate with those of other species to produce fertile offspring. You can see a variety of species here, isn't it? ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ മൃഗങ്ങളും പല പല വെറൈറ്റി ഓഫ് സ്പീഷീസുകളാണ്. മനുഷ്യനും ഇതുപോലെ ഒരു സ്പീഷീസാണ്. എന്താണ് സ്പീഷീസ് എന്നാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയത്? ഒന്നും കൂടെ നോക്കാം. പ്രത്യുൽപാദന ശേഷിയുള്ള അനന്തര തലമുറയെ സൃഷ്ടിക്കുന്നതിനായി പ്രജനനം നടത്തുന്ന ജീവജാലങ്ങളുടെ കൂട്ടമാണ് ഒരു വർഗം അല്ലെങ്കിൽ സ്പീഷീസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യുൽപാദന സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി പ്രജനനം നടത്തുന്ന ജീവജാലങ്ങളുടെ ഒരു കൂട്ടമാണ്, അതായത് അനന്തര തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ജീവജാലത്തെയാണ് നമ്മൾ ഒരു വർഗം എന്ന് പറയുന്നത്. ഈ വർഗത്തിലുള്ള അംഗങ്ങൾ മറ്റ് വർഗത്തിലുള്ള അംഗങ്ങളുമായി ഇണചേരാറില്ല എന്നതുമാണ് ഇവയുടെ ഒരു പ്രത്യേകത. ഈ ഒരു കാര്യത്തിൽ മനുഷ്യൻ മാത്രമാണ് ഒരു അപരാധം. ഓക്കെ, now let's move on to the variety of ancestors we have. ഇനി നമ്മൾ നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. Human beings belong to the species called mammals. Primates were a category of mammals. After some years, there emerged a subgroup among primates, and they are called hominoids. And much later, we find the evidence of a new branch of hominoids, namely hominids. നമ്മൾ പറഞ്ഞു പ്രത്യുൽപാദനം നടത്തുന്ന ഒരു വർഗമാണ് മാമൽസ് എന്ന് പറഞ്ഞു. ഈ മാമൽസിൻ്റെ ഒരു വിഭാഗമായാണ് പ്രൈമേറ്റുകൾ ഉത്ഭവിക്കുന്നത്. കുറേ ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഈ പ്രൈമേറ്റ്സിന് പല സബ് ഗ്രൂപ്പുകളുമായി ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിലൊരു സബ് ഗ്രൂപ്പാണ് ഹോമിനോയിഡ്സ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹോമിനോയിഡ്സിൻ്റെ ചില ബ്രാഞ്ചസും എമർജ് ചെയ്യുന്നു. ആൻഡ് വൺ ഓഫ് ദി ബ്രാഞ്ച് were hominids. As we can see in the diagram, hominids also had two branches. ഹോമിനിഡ്സിനും രണ്ട് ബ്രാഞ്ചുകളുണ്ട്. അത് ഏതൊക്കെയാണ്? The first one is Australopithecus and the second one is Homo. The Homos were again subdivided into three types. Habilis, that is Homo habilis, Homo erectus and Homo sapiens. നമ്മൾ പറഞ്ഞു ഹോമിനിഡ്സിനും രണ്ട് ബ്രാഞ്ചുകളുണ്ടെന്ന് പറഞ്ഞു. അവയാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഈ ആസ്ട്രലോപിത്തേക്കസും അതിനുശേഷം വന്ന ഹോമോയും ഒരുപാട് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം എമർജ് ചെയ്ത ബ്രാഞ്ചസ് ആണ്. പക്ഷെ പിന്നീട്
ഹോമോയ്ക്കും 3 ടൈപ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഹോമോയിലാണ് മനുഷ്യൻ്റെ ഏറ്റവും ആദിമ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാൻ തുടങ്ങിയത്. ഹോമോയിൽ തന്നെയുള്ള 3 വിഭാഗങ്ങളിൽ ആദ്യത്തേത് ഹോമോ ഹബിലിസും, പിന്നീട് ഹോമോ ഇറക്ടസും, പിന്നീട് സാപ്പിയൻസും വരുന്നുണ്ട്. ഇനി ഇവരേത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് നോക്കാം. Now let us analyze the period in which these early creatures existed. The primates existed between 36 to 24 million years ago. We have already studied in the last class that MYA is a short form of million years ago. And their subgroup, that is hominoids, were emerged in 24 million years ago. The evidences of first hominids was discovered about 6.4 million years ago. ഓർത്തു വയ്ക്കുക, ഈ ഡയഗ്രം ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകളും അതിൻ്റെ വർഷങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഡയഗ്രാം നിങ്ങൾക്ക് തന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമേറ്റ്സ് 36 to 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം അവരുടെ സബ് ഗ്രൂപ്പായിട്ട് എമർജ് ചെയ്ത് വന്ന ഹോമിനോയിഡ്സ് 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചത്. അതിനുശേഷം അവരുടെ ഒരു ബ്രാഞ്ചായിട്ട് വന്ന ഹോമിനിഡ്സ് എത്ര ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചതെന്ന് പറയൂ? യെസ് ഗുഡ്, 6.4 million years ago ആണ്. 6.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് അവർ ജീവിച്ചത്. ദെൻ നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നു, ഹോമിനിഡ്സ് ആർ ഫർദർ subdivided into branches. The most important among them are Australopithecus and Homo. Australopithecus existed 5.6 million years ago and Homos were 2.5 million years ago. As we already studied, there are several types of Homo. They can be distinguished on the basis of their typical character that we study in the latter part of this chapter. The most important among them are Homo habilis, who lived 2.2 million years ago, Homo erectus 1.8 million years ago, and the intelligent one among all these are Homo sapiens, who lived 0.8 million years ago. മനസ്സിലായി കാണും അല്ലേ? ഹോമിനിഡ്സിൻ്റെ ബ്രാഞ്ചായി വന്ന ആസ്ട്രലോപിത്തേക്കസ് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചത്. അപ്പോൾ ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞ പേര് മറക്കാതിരിക്കുക. ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവർ ആസ്ട്രലോപിത്തേക്കസിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കാതെ പഠിക്കുക. ദെൻ ഹോമോ 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരാണ്. അവരിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഹോമോ ഹബിലിസ് ആണ്. ഹോമോ ഹബിലിസ് 2.2 മില്യൺ ഇയേഴ്സ് ago 2.2 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചവരാണ്. പിന്നീട് വന്ന ഇറക്ടസ് എന്ന് പറയുന്ന വിഭാഗം 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചവരാണ്. ഇവരെയൊക്കെ തിരിച്ചിരിക്കുന്നത്, ഇവർക്ക് ഓരോ പ്രത്യേക കഴിവുകളുണ്ട്. ഈ കഴിവുകൾ വെച്ചിട്ടാണ് ഇവരെ ഹബിലിസ്നും ഇറക്ടസ്നും സാപ്പിയൻസിനും ഒക്കെ തിരിച്ചത്. ആ കഴിവുകൾ എന്തൊക്കെയാണെന്ന് പിന്നീടുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇവരെ പറ്റി കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ദെൻ സാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗം 0.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റു ചില കാര്യങ്ങളും കൂടി ഇവരെ കുറിച്ച് പറയാനുണ്ട്. സ്റ്റുഡൻസ്, the remains of early humans have been classified into different species on the basis of difference in their
ബോൺ സ്ട്രക്ചർ. ഇവരുടെ ബോൺ സ്ട്രക്ചർ നോക്കിയാണ് നമ്മൾ ഇവരെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചത്. On the basis of these differentiation, the scholars found that primates were merely monkeys and apes and also human. Hominoids were human beings, and then by analyzing hominids' skull, scholars found that there were more human-like creatures. അപ്പോൾ ഇവരുടെ ഈ ആദിമ മനുഷ്യരുടെ സ്കള്ളുകൾ ലഭിച്ചതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ മങ്കികളും ഏപ്സും പിന്നെ ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സുമാണ് ഉണ്ടായിരുന്നത്. മനുഷ്യനുമായി ചെറിയ ബന്ധമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവര് ഏപ്സും ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സുമായിരുന്നു, ഹ്യൂമൻ ബീയിങ്സുമായി കുറച്ചും കൂടെ മോർ ലൈക്ലി ടു ഹ്യൂമൻ, കുറച്ചും കൂടെ ഏപ്സിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വന്ന ഹ്യൂമൻസുമായി. ദെൻ ഹോമിനിഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ ദേ വെർ മോർ ഹ്യൂമൻ ലൈക്ക് ക്രീച്ചേഴ്സ് ആയി. അവർ കുറച്ചും കൂടെ മനുഷ്യനുമായി കൂടുതൽ സാമ്യത്തിലേക്ക് വന്നാൽ, നമ്മൾ 2-3 സ്റ്റെപ്പുകൾ കണ്ടു അല്ലേ, 2-3 ചിത്രങ്ങൾ ഇപ്പോൾ കണ്ടു. ആദിമ മനുഷ്യരുടെ അവരുടെ ബോൺ സ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ മനുഷ്യനുമായി വ്യത്യാസം വന്ന് നിവർന്നു നിൽക്കുന്ന ജീവികളായി മാറി തുടങ്ങുകയാണ് ഹോമിനിഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം നന്നായി പഠിക്കുക, ഇവരുടെ പേരുകൾ നന്നായി പഠിക്കുക, സ്പെല്ലിങ്ങുകൾ തെറ്റിക്കാതിരിക്കുക, ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഇവർ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ പ്രത്യേകത, ആദ്യത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ഇവരോരോരുത്തരെയും പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. So dear students, I think you got a vague idea about our early ancestors and the period they lived. Read this again by heart. If you have any doubts, play this video again and again or write in the comment box. You can also call me in person to clear your doubts. Don't forget to like, share and subscribe to our channel so that we are able to provide you with more free YouTube classes in other subjects also. So I think you have no doubts. Now we are moving to the detailed stage-by-stage process of human evolution. Let us examine the precursors of modern human beings. So students, we are already learned that early humans were, yes, primates, isn't it? Early humans were known as primates. It should be a one-word question. You have to remember that we have already learned some details and now we have to find out more features. നമ്മൾ ഓൾറെഡി പ്രൈമേറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പ്രൈമേറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. Primates were a category of mammals. They originated in Asia and Africa between 36 to 24 million years ago. They include monkeys, apes, and humans. These were the points we have already learned. Moving on to the more features. They have body hair than later human-like creatures. They have a relatively long gestation period following birth. Different from other animals, primates had mammary glands and different types of teeth. They also had an ability to maintain a constant body temperature. എന്താണ് നമ്മൾക്ക് മനസ്സിലായത്? ഇവരൊരു വലിയ വിഭാഗം സസ്തനികളാണ്. ഈ സസ്തനികളുടെ ഒരു ഉപവിഭാഗമായാണ് പ്രൈമേറ്റുകൾ വളർന്നു വന്നത്. ഇവയിൽ കുരങ്ങുകളുണ്ടായിരുന്നു, ആൾക്കുരങ്ങുകളുണ്ടായിരുന്നു,
36 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ വളർന്നു വന്നത്. ഇവരുടെ ശരീരത്തിൽ രോമങ്ങളുണ്ടായിരുന്നു. കൂടാതെ താരതമ്യേന ദീർഘമായ ഒരു ഗർഭകാലം അവർക്കുണ്ടായിരുന്നു. സ്തനഗ്രന്ഥി ഉണ്ടായിരുന്നു. വ്യത്യസ്ത തരം പല്ലുകൾ ഉണ്ടായിരുന്നു. ശരീരോഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു പ്രത്യേകമായ കഴിവും ഇവയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രൈമേറ്റ്സുകളുടെ ചില പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഓൾറെഡി ഇവർ മങ്കീസ് ആണ്, എയ്ബ്സ് ആണ്, ആൻഡ് ഓൾസോ ഹ്യൂമൻസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർക്ക് മങ്കീസിന്റെ പ്രത്യേകതയുണ്ട്, എയ്ബ്സിന്റെ പ്രത്യേകതയുണ്ട്, and also they have some features of humans also. That was the mammary glands and a long gestation period, and also the ability to maintain a constant body structure. അവരുടെ ഗർഭകാലത്തിൻ്റെ ദൈർഘ്യവും അവർക്കുണ്ടായിരുന്ന സ്ഥാനഗ്രന്ഥികളും വ്യത്യസ്ത തരം പല്ലുകൾ, ശരീരോഷ്മാവ് അവരെ നിലനിർത്താനുള്ള കഴിവ്, ഇതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട വരുന്ന ചില കഴിവുകൾ, ചില പ്രത്യേകതകളാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സബ് ഗ്രൂപ്പ് ഓഫ് പ്രൈമേറ്റ്സ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദിസ് ക്രീച്ചർ മൂവ്സ് ഇൻ 4 legs. ഈ ക്രീച്ചർ 4 കാലിൽ നടക്കുന്നതാണ്. We have to notice the skull too. The hominoids emerged in Asia and Africa 24 million years ago. Apes and human beings included in this group. Hominoids are different from monkeys in large number of ways. They have a larger body and do not have a tail. Besides, there is a longer period of infant development and dependency among hominoids. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി 4 കാലിൽ നടക്കുന്ന മറ്റൊരു വിഭാഗം തന്നെയാണ് ഹോമിനോയിഡ്സ്. ഹോമിനോയിഡുകൾ കുരങ്ങന്മാരിൽ നിന്നും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ഇവ കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അവയ്ക്ക് നീളമുള്ള വാലുകളില്ലാത്ത ശരീരമാണ് ഉണ്ടായിരുന്നത്. ശൈശവ വികാസത്തിനും ആശ്രിതത്വത്തിനും വളരെ നീണ്ട കാലയളവാണ് അവർക്ക് ഉണ്ടായത്. അതാണ് അവരുടെ ഹ്യൂമൻ ലൈക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. അവർക്ക് നീളമുള്ള വാല് ശരീരത്തിലില്ലായിരുന്നു. ശൈശവ വികാസത്തിനും ആശ്രിതത്വത്തിനുമായി, അതായത് നമ്മുടെ മനുഷ്യ കുട്ടികൾ വളരുന്നത് പോലെ ഒരു ആശ്രിത സ്വഭാവമുള്ള വളരെ ദൈർഘ്യമായ ഒരു ശൈശവ കാലഘട്ടം അവർക്കുണ്ടായിരുന്നു എന്നതാണ് ഹോമിനോയിഡ്സിന്റെ ഹ്യൂമൻ ലൈക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. A branch of hominoids emerged in Africa 6.4 million years ago. 6.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് എമർജ് ചെയ്ത മറ്റൊരു വിഭാഗമാണ് hominids. They belong to the family of hominidae. Hominidae എന്ന വിഭാഗത്തിൽപ്പെട്ട വർഗമാണ് ഇവ. As we have already said, there are more human-like creatures. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ കുറച്ചും കൂടി മനുഷ്യനുമായി സാമ്യമുള്ള ജീവികളാണ്. മറ്റ് 2 വിഭാഗത്തിൽ നിന്നും, അതായത് പ്രൈമേറ്റ്സിൽ നിന്നും ഹോമിനോയിഡുകളിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ മനുഷ്യനുമായി സാമ്യമുള്ള ഹോമിനിഡേ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വർഗമാണ് ഹോമിനിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ഹോമിനോയിഡുകളും ഹോമിനിഡ്സും ഇവ രണ്ടും തമ്മിലുള്ള ചില വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ്. There are some similarities and differences between these groups. Let's evaluate these differences. Okay. So, എന്തൊക്കെയാണ് ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം.
Hominoids emerged 24 million years ago as a subgroup of primates, whereas hominids emerged 6.4 million years ago as a branch evolved from hominoids. Hominoids had a small brain size, but hominids had a larger one. Hominoids had a quadrupedal locomotion. What do you mean by quadrupedalism? That means being on all fours. That means walking with four legs. But hominids have bipedal locomotion. Bipedal means the phenomenon of walking upright on two hind legs. Before moving on to the next feature, let's have a small break. Students, in our last class, I have already informed you that we will provide you some sort of extended knowledge in each class. So, let's have it. In the 20th century, quadrupedal movement was popularized as a form of physical exercise by Georges Hebert. Kenichi Ito is a Japanese man who is famous for speed running on four limbs. This is the picture of Kenichi Ito, and he is the Japanese man who is famous for speed running on four limbs. 20ാം നൂറ്റാണ്ടിൽ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു വ്യായാമത്തിൻ്റെ രൂപമാക്കി മാറ്റിയെടുത്ത് നാല് കാലിലുള്ള ആ ചലനം ഒരു വ്യായാമത്തിൻ്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിച്ചത് ജോർജസ് ഹെബർട്ടാണ്. നാല് കാലുകളിൽ വേഗത്തിൽ ഓടുന്നതിന് പ്രശസ്തനായി മാറിയ ഒരു വ്യക്തിയാണ് ജപ്പാനീസുകാരനായ കെനിജി ഇതോ. കെനിജി ഇതോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് മറികടന്ന് പുതിയ ഒരു ഗിന്നസ് റെക്കോർഡ്, വീണ്ടും സ്വന്തം റെക്കോർഡ് മറികടന്ന് വീണ്ടും ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, ലെറ്റ്സ് എക്സ്പ്ലോർ വൺ ഓഫ് കെനിജി ഇറ്റോസ് പെർഫോമൻസസ്. Dear students, I hope you enjoyed the video of Kenichi Ito's performance. Okay, we have some more features to look forward to. Shall we go through the next feature? Okay. Hominoids can't have an upright posture because their forelimbs are not flexible. On the other hand, hominids have an upright posture than hominoids, and their forelimbs were flexible too. They used hands for walking, climbing, and eating food. But hominids had undertaken marked differences in hand structure for making tools and also became experts in using tools. The excavations revealed that they were originated from Africa and Asia. But hominids are said to have an African origin because African apes are most closely related to hominids. What we studied today? Yes, the differences between hominoids and hominids. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പ്രൈമേറ്റുകളുടെ ഉപവിഭാഗമായ ഹോമിനോയിഡുകൾ നിലവിൽ വന്നു. ഇവയിൽ ആൾക്കുരങ്ങുകളും ഉൾപ്പെട്ടിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 6.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ഹോമിനിഡുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ഹോമിനിഡുകൾ ഹോമിനോയിഡുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ അവയ്ക്ക് ചില പൊതു സ്വഭാവങ്ങളും എന്നാൽ ചില വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഹോമിനോയിഡുകൾക്ക് ഹോമിനിഡുകളേക്കാൾ ചെറിയ തലച്ചോറാണ് ഉണ്ടായിരുന്നത്.
അവയുടെ മുൻകാലുകൾ അയവില്ലാത്തവ ആയിരുന്നു. 4 കാലുകളിലാണ് അവർ നടന്നിരുന്നത്. നേരെ മറിച്ച് ഹൊമിനിഡുകൾ വലിപ്പമുള്ള തലച്ചോറുള്ളതും മുൻകാലുകൾ അയവുള്ളവയുമായിരുന്നു. നിൽക്കൽ, ഇരുകാലുകളിലെ നടത്തം എന്നിവ ഹൊമിനിഡുകളുടെ പ്രത്യേകതയാണ്. ഹൊമിനോയിഡുകളുടെ മുൻകാലുകൾ നടക്കാനും മരം കയറാനും ഭക്ഷണം കഴിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. കൈകളുടെ സവിശേഷമായ ഉപയോഗം ഹൊമിനിഡുകളെ ഹൊമിനോയിഡുകളിൽ നിന്ന് വ്യത്യസ്തരാക്കി മാറ്റിയിരുന്നു. അവർ കൈകൾ കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഹൊമിനോയിഡുകൾ ആഫ്രിക്കയിലും ഏഷ്യയിലുമായി ഉത്ഭവിച്ചവരാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹൊമിനിഡുകൾ ആഫ്രിക്കയിൽ രൂപപ്പെട്ടു വന്നതിന് തെളിവുകൾ ഉണ്ട്. ആഫ്രിക്കയിലെ ആൾക്കുരങ്ങുകൾക്ക് കുരങ്ങ് വിഭാഗങ്ങളുമായി അടുത്ത ബന്ധമുള്ളതായി പറയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങളായി, ഡിഫറൻസിയേഷനായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എക്സാമിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ അതിലും കൂടുതൽ മാർക്കിൻ്റെ ചോദ്യമായിട്ടോ ഷുവറായിട്ടും വരാനുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഹൊമിനിഡുകളും ഹൊമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ തന്നെ ഷോർട്ടാക്കി ഈ പോയിന്റ്സ് മാത്രം പഠിച്ച് അതിൽ 2 കള്ളി വരച്ച് ഇതുപോലെ അപ്പുറത്തോ ഇപ്പുറത്തോ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലഭിക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺ സൈഡിൽ എഴുതിയതിൻ്റെ സെയിം ആയിട്ടുള്ള കാര്യം വേണം നമുക്ക് അതർ സൈഡിൽ എഴുതാൻ. സെയിം പോയിന്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദി അതർ സൈഡ് ഓൾസോ. ഓക്കെ, ദാറ്റ് ഷുഡ് ബി റിമെമ്പർ. നമ്മൾ മുൻകാലുകൾ അയവില്ലാത്തവയാണ് എന്നാണ് ഈ സൈഡിൽ എഴുതിയതെങ്കിൽ മുൻകാലുകൾ അയവുള്ളവയാണ് എന്ന് വേണം അപ്പുറത്തെ സൈഡിൽ എഴുതാൻ. അത് അവിടെ മാറ്റി എഴുതരുത്. വൺ സൈഡിലുള്ള ഭാഗങ്ങൾ മുഴുവനായും പഠിച്ചു വയ്ക്കുക. മറ്റേ സൈഡിലുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ കിട്ടിയാൽ മറ്റേ സൈഡിലുള്ളത് എഴുതാനായിട്ട് എളുപ്പമാകും. ഇതുപോലെ വരച്ച് 2 കള്ളി വരച്ച് 2 സൈഡിലായിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 2-3 പ്രാവശ്യം വായിച്ചു പഠിക്കുക, എഴുതി നോക്കുക, എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കുക, ഫുൾ പോയിന്റും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ, പറയാം. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. Now we are going to see the African origin of hominids. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞു ഹോമിനിഡ്സ് ഒറിജിനേറ്റ് ചെയ്തത് ആഫ്രിക്കയിലാണ് എന്നാണ് പറയുന്നത് എന്ന്. And we have 2 evidences too. 2 evidences supporting an African origin of hominids. There is a close relationship between African apes and hominids. The earliest hominid fossils found in East Africa at 5.6 million years ago, and these fossils belong to the genus of Australopithecus. So the dating of fossils and sediments discovered from Africa proved that hominids had an African origin. That was the first evidence. The first evidence said that the fossils found in East Africa is a form of Australopithecus genus, and that was 5.6 million years ago. And what about the next evidence? Fossil evidences was also obtained not only from Africa but also from non-African countries too. And the discoveries proved that non-African hominid fossils are not more than 1.8 million years old. There we can see a contrast between these ages of African and non-African fossils.
So these evidences supporting an African origin of hominids. Both these two evidences suggest the African origin of hominids. ഹോമിനിഡുകൾ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചതിന് 2 തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അവർക്ക് ആൾക്കുരങ്ങ് വിഭാഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഏകദേശം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കേ ആഫ്രിക്കയിൽ നിന്നും ആസ്ട്രലോപിത്തേക്കസിന്റെ വിഭാഗത്തിൽപ്പെട്ട ആദ്യകാല ഫോസിലുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചു. അതാണ് ആദ്യത്തെ എവിഡൻസായി നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ എവിഡൻസായി പറയുന്നത് ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നും കുറച്ച് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ പുറത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നും കണ്ടെത്തിയ ഫോസിലുകൾ 1.8 ദശലക്ഷം 1.8 ദശലക്ഷത്തിൽ കൂടുതൽ പഴക്കം അവയ്ക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യകാല ഹോമിനിഡുകൾ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്നുള്ളതിൻ്റെ 2 തെളിവുകളാണ് ഈ ഫോസിലുകളിലെ പഴക്കം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2 എവിഡൻസസ് മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യകാല ഫോസിലുകൾ കിഴക്കേ ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആസ്ട്രലോപിത്തേക്കസ് വിഭാഗവുമായി ബന്ധമുള്ള ഫോസിലുകളായിരുന്നു. രണ്ടാമത്തെ എവിഡൻസ് പറയുന്നത് ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും അതിന് പുറത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നും ലഭിച്ച ഫോസിലുകൾ 1.8 ദശലക്ഷം വർഷങ്ങൾ മാത്രം പഴക്കമുള്ളവയാണ്. അപ്പോൾ ഈ ഫോസിലുകളുടെ പഴക്കം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹോമിനിഡ്സ് എന്ന വിഭാഗം ആഫ്രിക്കയിൽ ഉത്ഭവിച്ചതാണ് എന്നുള്ള കാര്യമാണ്. So dear students, let's have a recap of key points we discussed today. First, we discussed the changes in skull as evidence of human evolution, and after that we studied what is a species, and then early societies, ages and places, the emergence of primates, their features, the features of hominoids and hominids, and then the differentiation between hominids and hominoids. Then lastly we studied about African origin of hominids. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ആദ്യം മനുഷ്യന്റെ ഉത്ഭവത്തെ പറ്റി പറഞ്ഞു, സ്പീഷീസ് എന്താണെന്ന് പറഞ്ഞു, അവരുടെ ഓരോ സ്റ്റേജസ് നമ്മൾ കണ്ടു, ഏത് വർഷത്തിലൂടെ ഏത് സ്ഥലത്താണ് അവർ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞു. പ്രൈമേറ്റ്സ്, ഹൊമിനോയിഡ്സ്, ഹോമിനിഡ്സ് എന്ന 3 വിഭാഗത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഹോമിനോയിഡ്സിൻ്റെയും ഹോമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. ഏറ്റവും അവസാനമായി ഹോമിനോയിഡ്സ് ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്ന് പറയാനിടയായ 2 കാരണങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. And the ongoing nature of research will discover more evidence about the evolution of human being. ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചുകൾ അല്ലെങ്കിൽ ഇനിയും കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ഫോസിൽ അത് നമുക്ക് ആദ്യകാല മനുഷ്യരെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സംശയമൊന്നുമില്ല, ക്ലിയറായി, നോ ഡൗട്ട്സ് എന്ന് കരുതുന്നു. ഓക്കെ, hope you enjoyed the class. Please don't forget to like, share and subscribe. For live classes, contact Richiees Tuition Center 8330856169. See you in the next class. Bye bye.